ഇപ്പൊ രണ്ടാളല്ലേ. ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു 5-6 പേരുണ്ട്. എന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളല്ല. പിന്നത്തെ കാര്യമില്ലേ. അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ. അടുത്ത ആഗ്രഹം സത്യപ്രതിജ്ഞ. ഫ്രിഡ്ജാണല്ലോ, അത് വിശ്വട്ടമായി തരാന്ന് പറഞ്ഞല്ലോ. അമ്മ എങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നോ പ്രചാരണത്തിനിടയ്ക്ക് രാഹുൽ? കൃത്യമായിട്ട് ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. പിന്നെ എന്നെക്കാളും കൂടുതൽ അറിയാൻ നിങ്ങൾക്കല്ലേ രാഹുൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്നുമില്ല. മോൻ എന്താ കൊടുക്കാൻ ഒരു ഉപദേശം എന്താണ് ഈ സമയത്ത്? ഈ അവന് ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ടെന്ന് ഉപദേശിക്കണം. അത് പാലക്കാട്ട് ജനങ്ങൾ അവനെ ഉപദേശിക്കും, അവര് തിരിച്ചു മറുപടി കൊടുക്കും. പാലക്കാടിന് വേണ്ടി ഇനി ആദ്യം ചെയ്യാൻ പോകുന്ന പ്രയോറിറ്റി എങ്ങനെ എന്തായിരിക്കും? അല്ല, പരമാവധി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ 1-ാം ദിവസം വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാൽ മുൻകൂടിയായിട്ട് പരമാവധി ഇപ്പം എൻ്റെ മുൻഗാമി ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പദ്ധതികളുണ്ട്, വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനപ്പുറമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു? കണക്ടിവിറ്റി ആയിരുന്നു, മാൻ ടു മാൻ. അപ്പോൾ അത് തന്നെയായിരിക്കും പ്രൈമറി ഫോക്കസ്. അവിടെ തന്നെ ബാക്കി എല്ലാം പോലും കണക്ടിവിറ്റി ഒരു ചലഞ്ചാണ്. ആ വലിയ ചലഞ്ചാണ്. അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും എനിക്ക് ആ ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഇപ്പം MLA ആകുമ്പോഴും അത് ആ ഒരു പഠിച്ചെന്ന് തോന്നല്ലേ? ഷാഫി ഒത്തിരി പൈസ ഭയങ്കരമായിട്ട് ഷാഫിക്ക് എന്താണ് പിൻഗാമിക്ക് ഉപദേശം എന്താണ്? MLA തെരഞ്ഞെടുപ്പ് ജയിച്ചല്ലോ, ഇനി എന്താണ് ഉപദേശം? പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇതുവരെ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ചരിത്ര ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അവ അത്രയും വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്, അത്രയും വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയാൻ കഴിവുള്ളൊരു പൊതുപ്രവർത്തനമാണ് അയാൾ. അയാളെ നമ്മൾ ഉപദേശിച്ചിട്ട് അത് തിരിച്ചറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ KSU കോളേജ് യൂണിറ്റ് മുതൽ പൊതുപ്രവർത്തനം നടത്തി വരുന്ന ഒരാളാണ്. അപ്പം ജനങ്ങളുടെ വിശ്വാസം അതാണ് പ്രധാനം എന്ന് അറിയാവുന്ന ആളാണ്. അത് അറിഞ്ഞ് പ്രവർത്തിക്കും. പാലക്കാടിൻ്റെ മനസ്സറിഞ്ഞിട്ട് അദ്ദേഹം പ്രവർത്തിക്കും. ഞാനുണ്ടായതിനേക്കാൾ കൂടുതൽ അയാൾ പാലക്കാട് ഉണ്ടാവും. പാലക്കാടിൻ്റെ ശബ്ദമായിട്ട് നിയമസഭക്കകത്തും പുറത്തും അദ്ദേഹം ഉണ്ടാവുമെന്ന ഉറച്ച പ്രതീക്ഷ. ഞാനിവിടുത്തെ ഒരു വോട്ടറും കൂടിയാണ്. അപ്പം അല്ലേ ചന്ദ്രേട്ട, ഞാനും ചന്ദ്രേട്ടനൊക്കെ ഇവിടുത്തെ വോട്ടറാണ്. ചന്ദ്രേട്ടൻ പിരായിരിയുടെ ചാർജ് എടുത്തിട്ട് വലിയ ലീഡ് കൊടുത്തിട്ട് അപ്പം പിന്നെ ഒരു വോട്ടർ എന്നുള്ള നിലക്ക് കൂടി ആ പ്രതീക്ഷയും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹം കാക്കുമെന്ന ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ഭൂരിപക്ഷം ആഗ്രഹിച്ചതുകൊണ്ട് സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കാരണം പിന്നെ നിങ്ങളിൽ എല്ലാവരും അല്ലെങ്കിൽ പലരും ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോഴും ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അത് ഞങ്ങളുടെ പ്രതികരണം മാത്രമാവുകയും ഞങ്ങൾക്കെതിരെ പറയപ്പെടുന്ന കാര്യങ്ങൾ വലിയ ചർച്ചയുടെ പോയിന്റാക്കി മാറ്റി അതിൽ നിന്ന് പിന്നെ ഇംപ്രവൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ലോജിക്കുകളും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കായിട്ട് അവതരിപ്പിച്ച് പലതരത്തിലുള്ള പിന്നെ ഇപ്പം ശീലമായി വടകരയിലൊക്കെ കണ്ടതായതുകൊണ്ടും പാലക്കാട് ശ്രീകണ്ഠൻ്റെ കാര്യത്തിൽ കണ്ടതായത് കുഴപ്പം. എന്നാലും അത്രയും ജനങ്ങളുടെ ഒരു പൾസും ആ ഒരു റെസ്പോൺസും പിന്നെ മനസ്സിലാക്കാത്ത പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സത്യം തുറന്നു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല മീഡിയകളും കൊടുത്ത സ്പേസ്, വാർത്തക്ക് കൊടുത്ത സ്പേസ് എത്രത്തോളം അതിൻ്റെ വെർത്തായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളും ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ആരെങ്കിലും ഒരാൾ പിണങ്ങി അല്ലെങ്കിൽ ഒരാളുടെ 2 കുറ്റം പറയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന കുറ്റമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് വലിയ സ്പേസ് കൊടുക്കുന്നതും തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ബിഹേവിയറും തമ്മിലുള്ള ബന്ധത്തെ മാധ്യമങ്ങളും ഒന്ന് പഠിക്കണം. എന്നിട്ട് ആർക്കാണോ അത്തരം സ്പേസിൻ്റെ വെർത്തുള്ളത് അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഒന്ന് പിന്നെ പറയാം. ബാക്കി